പത്തനംതിട്ട കോഴഞ്ചേരിയിൽ യുവമോർച്ച പ്രവർത്തകൻ എതിരെ കള്ളക്കേസ്. 16-കാരനെ മർദ്ദിച്ചതായി പരാതി നൽകി CPM. പരാതി ലഭിച്ചയുടൻ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ഇദ്ദേഹത്തിന് പിന്നീട് ജാമ്യം ലഭിച്ചു. യുവമോർച്ച പ്രവർത്തകൻ റോഷനെതിരെയാണ് പരാതി ഉയർന്നത്. എന്നാൽ സംഭവത്തെപ്പറ്റി അറിവില്ല എന്ന് കുട്ടിയുടെ അമ്മ പ്രതികരിച്ചു. രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്നുള്ള കേസാണ് എന്ന് BJP ആരോപിച്ചു. ഇന്നലെ ഉണ്ടായ ഇഷ്യൂസ് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ ഇരിക്കലെയാണ്. പിന്നെ ഇപ്പം ചാനലുകളിൽ എൻ്റെ യാതൊരു പെർമിഷനും ഇല്ലാതെ എല്ലാ ചാനലുകളിലും ഈ സബ്ജക്റ്റ് എടുത്തിട്ടേക്കാണ്. ഇത് ആര് ചെയ്തു എന്ത് ചെയ്തു എന്നൊന്നും എനിക്ക് അറിയാവുന്ന കാര്യമില്ല. 16 വയസ്സുള്ള കുട്ടിക്ക് ഈ കേസിനെ കുറിച്ചോ അതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ചോ ഒന്നും അറിയാവുന്ന കാര്യമല്ല. ഞാനും എൻ്റെ മകനും അവൻ്റെ കാര്യം നോക്കിയാണ് ഞാൻ ജീവിക്കുന്നത്. ഇതിൻ്റെ കാര്യം പുറകെ നടക്കാനും മറ്റു കാര്യങ്ങൾക്ക് പോകാൻ അവന് ഞാനേ ഉള്ളൂ. ഇങ്ങനെയുള്ള യാതൊരു കാര്യത്തിനും എനിക്ക് ഒട്ടും താല്പര്യമുള്ള കൂട്ടത്തിലുമല്ല. എനിക്ക് അവൻ്റെ ഭാവിയാണ് വലുത്. അത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, കോഴഞ്ചേരിയിലാണല്ലോ യുവമോർച്ച പ്രവർത്തകനെതിരെ ഇത്തരത്തിലൊരു കള്ളപ്പരാതി വന്നത്. കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടി സ്വീകരിച്ചു. പക്ഷേ അമ്മ പറയുന്നു ഇക്കാര്യത്തിൽ യാതൊരു പരാതിയുമില്ല എന്ന്. കുട്ടിയുടെ അമ്മ പറയുന്ന ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. കൂടുതൽ വിവരങ്ങൾ ഗോകുൽ. വിനോദ്, അത് ഇന്നലെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് CPM പ്രവർത്തകർ ഇടപെട്ടുകൊണ്ടാണ് പരാതി നൽകിയത് യുവമോർച്ച പ്രവർത്തകനെതിരായിട്ട്. തുടർന്ന് പരാതി ലഭിച്ച ഉടൻ തന്നെ വേണ്ടത്ര അന്വേഷണം നടത്താതെ പോലീസ് റോഷൻ എന്ന് പറയുന്ന BJP പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതായത് 16 വയസ്സുള്ള കുട്ടിയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു കേസുണ്ടായിരുന്നത്. തുടർന്ന് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ റോഷന് ജാമ്യം ലഭിക്കുകയായിരുന്നു. അതായത് റോഷന്റെ പേരിൽ കൃത്യമായിട്ട് ഈ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ റോഷന് ജാമ്യം ലഭിക്കുകയായിരുന്നു. മാത്രമല്ല, ഈ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന കുട്ടിയുടെയും കുട്ടിയുടെ അമ്മയുടെയും മൊഴിയും മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ഈ സംഭവത്തെ പറ്റി പരാതിയില്ല എന്നുള്ളൊരു മൊഴിയാണ് മജിസ്ട്രേറ്റിന് മുൻപാകെ നൽകിയത്. ആ അമ്മയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അമ്മ തന്നെ പറയുന്നു എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ തനിക്ക് യാതൊരു അറിവുമില്ല, ആരാണ് പരാതി കൊടുത്തതെന്ന് പോലും തങ്ങൾക്ക് അറിവില്ല എന്നുള്ളതാണ് ആ അമ്മ പറയുന്നത്. അങ്ങനെയാണ് ആ കുട്ടിയുടെയും സമാനമായിട്ടുള്ള പ്രതികരണം തന്നെയാണ് മജിസ്ട്രേറ്റ് മുൻപാകെ കുട്ടിയും നൽകിയിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ആ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് റോഷന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്ന് കെട്ടിച്ചമച്ചിട്ടുള്ള ഒരു പരാതിയായിരുന്നു, കേസായിരുന്നു എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. DYFI പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് പോലീസ് തിടുക്കപ്പെട്ട ഈ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ആ പരാതിയിൽ കഴമ്പില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ റോഷന് ജാമ്യം നൽകിയിരിക്കുന്നത്. വ്യക്തമാണ്. പത്തനംതിട്ട കോഴഞ്ചേരിയിലാണ് യുവമോർച്ച പ്രവർത്തകനെതിരെ CPM കള്ളപ്പരാതി നൽകിയത്. ഇക്കാര്യത്തിൽ തങ്ങൾക്ക് പരാതിയില്ല എന്ന് കുട്ടിയുടെ അമ്മ വ്യക്തമായി പറയുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്.